വചനം തിരുവചനം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക കുടുംബ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരേണ്ടത് എങ്ങനെയാണ് എന്നാണ്. നാം എങ്ങനെ ജീവിച്ചാലാണ് ഒരു കുടുംബത്തിൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരിക എന്ന് 128 സങ്കീർത്തനത്തിൽ നാം അത് വളരെ വ്യക്തമായി കാണുകയാണ്. ആ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്, ദൈവഭക്തന് അനുഗ്രഹം. ദൈവഭക്തന് അനുഗ്രഹം എന്ന് ഈ സങ്കീർത്തനം എഴുതി വയ്ക്കുമ്പോൾ ആ സങ്കീർത്തനത്തിന് താഴെ ഇതൊരു ആരോഹണ ഗീതമെന്ന് കുഞ്ഞക്ഷരങ്ങളിൽ എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് അല്ലെങ്കിൽ കല്ലുകളാണ് ഓരോ ആരോഹണ ഗീതങ്ങളും. സങ്കീർത്തനങ്ങളിൽ ഒരുപാട് ആരോഹണ ഗീതങ്ങൾ നമ്മൾ കാണും. ഈ ആരോഹണ ഗീതങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വ്യക്തിയെ കൂടുതൽ കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കുടുംബം എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിക്കുക എന്ന് 128 സങ്കീർത്തനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് കർത്താവ്. അതുപോലെ തന്നെ ആകെ 6 വചനങ്ങളുള്ള ഈ സങ്കീർത്തനം, 6 വചനങ്ങളടങ്ങിയ സങ്കീർത്തനത്തിന് മറ്റൊരു പേരുണ്ട്. ഇതൊരു ജ്ഞാന സങ്കീർത്തനമാണ്, അല്ലെങ്കിൽ അറിവ് നൽകുന്ന ഒരു സങ്കീർത്തനമാണ്. സാധാരണ അറിവല്ല, ദൈവീക ജ്ഞാനം തരുന്നൊരു സങ്കീർത്തനം. 6 വചനങ്ങളും വളരെ ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ചെറിയ വാക്യങ്ങളിൽ ഒരുപാട് കൃപകൾ ഒളിച്ചു വെച്ചിരിക്കുന്ന 6 വചനങ്ങൾ. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിച്ച് കടന്നു പോകുമ്പോൾ അനുഗ്രഹങ്ങൾ എന്നാണ് പറയുക. 127 സങ്കീർത്തനത്തിൽ എല്ലാം ദൈവത്തിൻ്റെ ദാനമെന്നും 128 ദൈവഭക്തൻ അനുഗ്രഹമെന്നും പറഞ്ഞു വയ്ക്കുമ്പോൾ 127 സങ്കീർത്തനം ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാകും അതൊരു സിറ്റിയും ഒരു വീടുമാണ്. എന്നാൽ 128 സങ്കീർത്തനം വീടിനുള്ളിലെ ഫാമിലി, അപ്പനും അമ്മയും മക്കളും, അതാണ് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഈ സങ്കീർത്തനം 1 മുതലുള്ള വചനങ്ങൾ 4 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ അത് കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ്, അവൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന വഴികളാണ് നമ്മൾ കാണുക. ഇനി 5, 6 വചനങ്ങളിൽ അവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ സങ്കീർത്തനം ഇപ്രകാരമാണ്: കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവ് തൈകൾ പോലെയുമായിരിക്കും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. അപ്പൻ, അമ്മ, മക്കള്, തലമുറകൾ എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സങ്കീർത്തനമാണ് നാം ഇവിടെ കാണുക. ഇവിടെ 1-ാമത്തെ വചനത്തിൽ പറയുകയാണ്, കർത്താവ് നിൻ്റെ അധ്വാനമെല്ലാം ഫലമണിയിക്കും. അതിലൊരു കാര്യം പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. 2 കണ്ടീഷൻ പറഞ്ഞു. ഞാൻ എൻ്റെ കർത്താവിനെ ഭയപ്പെടണം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ ശിക്ഷിക്കുന്നവനാണ് എന്നുള്ള ഭയമാണോ എൻ്റെ ഉള്ളിൽ വരേണ്ടത്? ഒരിക്കലും അതല്ല എൻ്റെ ഉള്ളിൽ വരേണ്ടത്. എൻ്റെ ഉള്ളിൽ കർത്താവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സാന്നിധ്യം എന്നിലേക്ക് നിറഞ്ഞു വരുമ്പോൾ ഞാൻ നടക്കുന്ന പരിശുദ്ധിയുടെ വഴി എന്നെക്കുറിച്ച് എനിക്കുള്ള അവബോധമാണ്, അല്ലാതെ കർത്താവിനെ ശിക്ഷിക്കുന്നു എന്നതല്ല. അപ്പോൾ നമുക്കിങ്ങനെ വചനം കാണാൻ പറ്റും. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം
32-ാം അധ്യായം 39 മുതലുള്ള വചനങ്ങളിൽ നാം ഇപ്രകാരം വായിച്ച് കാണുകയാണ്. അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകി. അപ്പോൾ ദൈവത്തെ ഭയപ്പെടാൻ സ്വർഗം കൊടുത്തു ഏക മനസ്സും ഏക മാർഗവും എന്ന് പറയുമ്പോൾ എന്താണ്? ഏക മനസ്സെന്ന് പറഞ്ഞാൽ ഒരുമയാണ്, ഐക്യമാണ്. ഒരു കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ എന്ന് പറയുമ്പോൾ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ഒരുമയാണ്, ഐക്യമാണ്. അവിടെ ദൈവമുണ്ട്, പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവമുള്ളിടത്ത് ഐക്യമുണ്ട്, അവിടെ ചെതറിക്കപ്പെടലുകളില്ല, അവിടെ ഭിന്നിപ്പുകളില്ല. അപ്പോൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കണം, എൻ്റെ കുടുംബത്തിൽ ഒരുമയുണ്ടോ? ഒരുമയുണ്ടെങ്കിൽ ഞാൻ അവനെ ഭയപ്പെടുന്ന വ്യക്തിയാണ്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഇനി ഈ ഭയപ്പെടുന്ന മേഖലയെക്കുറിച്ചല്ല, ഈ സാന്നിധ്യത്തെക്കുറിച്ച് വചനം വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഈ ഭയപ്പെടുന്ന കണ്ടീഷനെ കുറിച്ച് നമ്മൾ കാണുകയാണ്. പ്രവാചകൻ ദേവാലയത്തിലേക്ക് ചെല്ലുന്ന സമയം, ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ മാലാഖമാർ ചിറകുകൾ വിരിച്ച സെറാഫുകൾ 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും ഒക്കെ മറച്ച് ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു. 6-ാം അധ്യായം 3-ാമത്തെ വചനം, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അതിരുകളുള്ളവനും അശുദ്ധമായ അതിരുകളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പ്രസൻസ് ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇവിടെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാണ്, എനിക്ക് ദുരിതം. അവിടെ കർത്താവ് അവനോട് ഒന്നും പറഞ്ഞിട്ടില്ല. നിന്റെ തെറ്റുകൾ ഇന്നതാണെന്ന് സ്വർഗം പറഞ്ഞു കൊടുത്തില്ല. നിങ്ങൾ നീ പാപിയാണെന്ന് പറഞ്ഞില്ല. നിനക്ക് ശിക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞില്ല. പക്ഷേ സ്വർഗീയ സാന്നിധ്യം പ്രസൻസ് അനുഭവിച്ചപ്പോൾ ഒരു സ്വയം അവബോധമുണ്ടായി. അപ്പോൾ എന്താണ് ഭയപ്പെടൽ? ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയിൽ നിറയുക എന്നതും അവനിൽ പാവബോധം ഉണ്ടാവുക എന്നതുമാണ്. അതാണ് യഥാർത്ഥ ദൈവഭയം എന്ന് പറയുന്നത്. അല്ല ദൈവത്തെ ഭയപ്പെട്ട് ഞാൻ ഇതുകൊണ്ട് ഈ തിന്മയൊന്നും ചെയ്യാതിരിക്കും, കർത്താവ് ശിക്ഷിക്കും, അതല്ല ഭയം എന്ന് പറയും. നരകത്തിൽ എന്നെ ഇടും, അതല്ല ഭയം. എൻ്റെ ഉള്ളിൽ എൻ്റെ തമ്പുരാൻ വരുമ്പോൾ, ആ പ്രസൻസ് ഓഫ് ഗോഡ് എനിക്ക് അനുഭവപ്പെടുമ്പോൾ എന്നെക്കുറിച്ച് എനിക്കുണ്ടാകുന്ന അവബോധം, അതാണ് ദൈവത്തെ ഭയപ്പെടുക എന്നതുകൊണ്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുകയാണ്, അപ്പോൾ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. വഴികളിൽ നടക്കണം. അപ്പോൾ കർത്താവിൻ്റെ വഴികളിൽ നടക്കണം എന്ന് പറയുമ്പോൾ സങ്കീർത്തനം 37-31 വചനം എഴുതി വച്ചിരിക്കുകയാണ്, ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കുളികൊള്ളുന്നു, അവൻ്റെ കാലടികൾ വഴുതുന്നില്ല. കർത്താവിൻ്റെ നിയമം ഒരുവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നത് കൊണ്ട് നടക്കുന്ന വഴികൾ പതറിപ്പോവില്ല, വീണു പോവില്ല, ചെരിഞ്ഞു പോവില്ല. അപ്പോൾ കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവർ. ഇപ്പോൾ വഴികളിൽ നടക്കുക എന്ന് പറഞ്ഞാൽ വചനം ഉള്ളിൽ ഉറപ്പിച്ച് വയ്ക്കുക എന്നതാണ്. പിന്നെ നമ്മൾ കാണും 37-ാം സങ്കീർത്തനം 23-ാമത്തെ വചനത്തിൽ മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അപ്പോൾ എന്താണ് വചനം? മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടെ സുസ്ഥിരനാക്കും. 37-ാം സങ്കീർത്തനം 23-31 ചേർത്ത് വെച്ച് നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, കാലടികൾ വഴുതാതിരിക്കണമെങ്കിൽ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കണം. വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തിയിൽ ദൈവം വസിക്കുന്നു, ദൈവമാണ് അവനെ നയിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ജീവിതം സുസ്ഥിരതയുള്ളതായിരിക്കും, സ്ഥിരമായിരിക്കും. അപ്പോൾ 128-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ഇനി അടുത്ത വചനം ഇതാണ്, നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും,
നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. അതായത് കർത്താവിനെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു വെച്ചു. അപ്പോൾ ചിലരെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പോൾ എനിക്ക് സമ്പത്തിൻ്റെ വലിയ സമൃദ്ധി കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കാതിരിക്കുന്ന കൊച്ച് പരീക്ഷ എഴുതുമ്പോൾ കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് റാങ്ക് കിട്ടും. അതല്ല, കർത്താവിൻ്റെ വചനം ഇതാണ്, നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വാഴത്തോട്ടം നട്ടുവെച്ചാൽ ഒരു വാഴക്കൊലയെ തരികയുള്ളൂ. നോർമലായ രീതി അതാണ്. ഒരു വാഴയ്ക്ക് ഒരു വാഴക്കൊലയെ തരാൻ പറ്റൂ. അപ്പോൾ ഞാൻ അധ്വാനിക്കുന്നതിൻ്റെ ഫലം എൻ്റെ ദൈവം എനിക്ക് തരും. ഒന്നും നഷ്ടപ്പെട്ടു പോവില്ല. അതാണ് വചനം പറയുന്നത്, അധ്വാന ഫലം നീ അനുഭവിക്കും. മനുഷ്യൻ അധ്വാനിക്കണമെന്നത് സ്വർഗത്തിൻ്റെ ഇഷ്ടമാണ്. അതാണ് നമ്മൾ ആദ്യം കാണും ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വചനം. അവിടെ ഇപ്രകാരം നമ്മൾ കാണുകയാണ്, ആദത്തെയും ഹവ്വായെയും സ്വർഗം സൃഷ്ടിച്ചു. കർത്താവ് ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചിട്ട് വചനം ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ഏദെൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. ഏദെൻ തോട്ടത്തിൽ വെറുതെ ഇരിക്കാനല്ല കർത്താവ് മനുഷ്യനെ അവിടെയാക്കിയത്. കൃഷി ചെയ്യണം, സംരക്ഷിക്കണം, ജോലി ചെയ്യണം, അധ്വാനിക്കണം, അലസത വെടിയണം. അപ്പോൾ വചനം പറയാണ്, നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. അപ്പം ഞാൻ ചെയ്തതിന്, ഞാൻ അധ്വാനിക്കുന്നതിന്, കർത്താവിൻ്റെ വഴികളിലൂടെ നടന്ന് ഞാൻ അധ്വാനിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു അനുഗ്രഹം ഉണ്ടാകും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ കൈവരും. വചനം പറയുകയാണ്, നിനക്ക് നന്മ കൈവരും. പിന്നെ നമ്മൾ കാണും സഭാപ്രസംഗൻ്റെ പുസ്തകം 2-ാം അധ്യായം 24-25 വചനങ്ങൾ. തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നില്ല. ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക? തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. അപ്പോൾ വചനം, തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നും ഇല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞെടുത്ത വചനമാണ്. ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ തിന്നുന്നതും കുടിക്കുന്നതും ആനന്ദിക്കുന്നതും സ്വർഗത്തിൻ്റെ ഇഷ്ടമാണ്. ഞാൻ തിന്നുന്നതും കുടിക്കുന്നതും ആനന്ദിക്കുന്നതും ഒക്കെ ദൈവകരങ്ങളിൽ നിന്ന് വരുന്നത് തന്നെയാണ്. ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ 2-ാമത്തെ വചനം ഇതാണ്, നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ കൈവരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അലസത വെടിഞ്ഞ് അധ്വാനിക്കാൻ തയ്യാറാകുമ്പോഴാണ് അധ്വാനത്തിൻ്റെ ഫലം കുടുംബത്തിൽ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ കർത്താവിനെ ഭയപ്പെടുന്ന ഒരപ്പൻ, കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുന്ന ഒരമ്മ, കർത്താവിൻ്റെ കൂടെ ഒരുമിച്ച് ഐക്യത്തിൽ അപ്പനും അമ്മയും ഒരുമിച്ച് അധ്വാനിക്കണം. അപ്പോൾ കുടുംബത്തിൽ അപ്പനും അമ്മയും ഒരുമിച്ച് അധ്വാനിക്കാതെ വരുമ്പോഴാണ് അവിടെ സന്തുഷ്ടി ഇല്ലാതെ വരുന്നത്. അവിടെ അധ്വാന ഫലം അനുഭവിക്കാൻ പറ്റുന്നില്ല, ഐശ്വര്യമില്ല, നന്മ ഉണ്ടാകുന്നില്ല. ഇന്ന് പല കുടുംബങ്ങളെയും കുറിച്ച് നമ്മൾ കാണുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ആരോഗ്യമുള്ള മനുഷ്യൻ, അപ്പൻ വെറുതെ വീട്ടിലിരിക്കുന്നു, അമ്മ അതിരാവിലെ എഴുന്നേറ്റ് 2 ഏക്കർ സ്ഥലമുള്ളിടത്ത് പറ്റുന്നിടത്തോളം റബ്ബർ വെട്ടി പാലെടുത്ത് കൊണ്ടുവന്ന് കടകളിൽ പോയി സാധനങ്ങൾ മേടിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കൈ കഴുകിയിരുന്ന് കഴിക്കുന്ന അപ്പന്മാർ. അതുപോലെ തന്നെ അപ്പൻ രാപകലില്ലാതെ വിദേശങ്ങളിൽ പോയി ഒരുപാട് അധ്വാനിക്കും. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവനെ ടീച്ചർ കൊണ്ടുവന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, സിസ്റ്ററെ, ഇവൻ ഒരു കാരണവശാലും അമ്മയോട് സംസാരിക്കില്ല. 6 മാസമായി അമ്മയോട് സംസാരിക്കുന്നില്ല. കാരണം എന്താണ് കുഞ്ഞേ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ 2 കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകിയിട്ട് പറഞ്ഞു, അമ്മേ, സിസ്റ്ററെ, അപ്പൻ അധ്വാനിക്കുന്ന മുഴുവൻ അമ്മ ദൂർത്തടിക്കുകയാ. അമ്മയുടെ ദൂർത്ത് എനിക്ക് ഇഷ്ടമാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളൊരപ്പൻ എനിക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അമ്മ എനിക്കുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എങ്ങനെ സന്തുഷ്ടി കടന്നു വരും? എൻ്റെ കുടുംബത്തിൽ എങ്ങനെ നന്മ കടന്നു വരും? എനിക്ക് കുറവുകൾ മാത്രമേ ഉണ്ടാകൂ. അവിടെ ഐശ്വര്യമില്ല,
ഒരുമയില്ല. ഒരുമ പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. ഒരുമിച്ച് അധ്വാനിക്കാനുള്ളൊരു കൃപ. എനിക്കറിയാം, ഒരുപാട് ജീവിതങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തകർന്നു പോയിടത്തു നിന്ന് അപ്പനും അമ്മയും ഒരുമിച്ച് അധ്വാനിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കുന്ന അധ്വാനത്തിൻ്റെ ഫലം. ഇന്ന് പലപ്പോഴും രാപകലില്ലാതെ അധ്വാനിച്ചിട്ട് കൈകളിൽ ഒന്നും മിച്ചമില്ലാതെ പോകുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. എന്തു പറ്റി? അവിടെ ഒരുമയില്ല, അവിടെ കർത്താവിൻ്റെ വഴിയില്ല, അവനെ ഭയപ്പെടുന്ന അവസ്ഥകളില്ല ജീവിതത്തിൽ. എല്ലാം മാറി വരുമ്പോൾ നന്മയില്ലാതെ തകർച്ചയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം 3-ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്: നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കും. ഈ 3-ാമത്തെ വചനം കുടുംബജീവിതത്തിൽ അപ്പനും അമ്മയും കർത്താവിനെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഒരുമിച്ച് അധ്വാനിക്കാൻ തുടങ്ങുമ്പോൾ, നന്മയുണ്ടാകാൻ തുടങ്ങുമ്പോൾ ജീവിത പങ്കാളി എങ്ങനെയായിരിക്കുന്ന, ഭാര്യയെ മാത്രം പറഞ്ഞല്ല വചനം പറയുക. അവിടെ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വചനം വായിക്കുന്ന ഭർത്താവും ഭാര്യയും ചിന്തിക്കണം, ജീവിത പങ്കാളിയെ നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ നിന്റെ ജീവിത പങ്കാളി ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. എന്താണ് ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും? മുന്തിരി ഫലം പ്രാപിച്ച് അത് സമൃദ്ധിയിൽ നിൽക്കുമ്പോൾ ആ മുന്തിരിയിൽ നിന്നൊരു കാര്യമുണ്ടാകും. മുന്തിരിയിൽ നിന്നുണ്ടാകുന്നതാണ് വീഞ്ഞ്. വീഞ്ഞിന് അനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ് വീഞ്ഞ്, വിശ്വസ്തതയുടെ പ്രതീകമാണ് വീഞ്ഞ്. അപ്പോൾ ഇവിടെ എന്താണ് കാണുക? കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അവർ ഒരുമിച്ച് അധ്വാനിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ കുടുംബജീവിതത്തിൻ്റെ വിശ്വസ്തത കൂടിക്കൊണ്ടിരിക്കും. കുടുംബജീവിതത്തിൽ അനുഗ്രഹം, ദാമ്പത്യ ജീവിതം ഫലസമൃദ്ധിയുള്ളതായിരിക്കും. ഇല്ലായ്മകളിലും കുറ്റപ്പെടുത്തലുകളില്ലാതെ സ്നേഹിച്ച് ജീവിക്കാൻ അവർക്ക് പറ്റും. അതാണ് ഭാര്യയെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുക. നമ്മൾ കാണും സുഭാഷിതങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്ന മറ്റൊരു വചനഭാഗമുണ്ട്. ആ വചനഭാഗത്ത് കാണുകയാണ് ഭാര്യ മോശപ്പെട്ടു പോയി. ഭാര്യ മോശപ്പെട്ട വഴിയാണ്, വ്യഭിചാരിയായ ഭാര്യ എന്നാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ വിശ്വസ്തയായ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി ഓരോരുത്തർക്കും ഉണ്ടാകണമെങ്കിൽ അവർ കർത്താവിൻ്റെ വഴികളിലൂടെ ഒരുമിച്ച് അധ്വാനിച്ച് ഭയലേശമന്യെ അവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങണം. അപ്പോഴാണ് കുടുംബജീവിതത്തിന് ഫലദായകത്വം ഉണ്ടാവുക. വിശ്വസ്തതയുണ്ടാവുമ്പോൾ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. കർത്താവിൻ്റെ അനുഗ്രഹമാണ് കുടുംബജീവിതത്തെ സമ്പന്നമാക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ, അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ തേടിപ്പിടിച്ച് എല്ലാവരും കല്യാണം ആലോചിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും അന്വേഷിച്ചു, നല്ല പെൺകുട്ടി, അവൾ നല്ല മിടുക്കി, 100,000 പേരുടെ നല്ല കമൻറ്റുകൾ കിട്ടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. പക്ഷേ കുടുംബജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ പലപ്പോഴും അത് പകുതി വഴി എത്തി നിൽക്കുകയാണ്. അതിനുള്ള കാരണം എന്താ? പകുതി വഴി എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമേ ഉള്ളൂ. ഒരുമിച്ച് അധ്വാനിക്കാനോ ഒരുമിച്ച് പ്രാർത്ഥിക്കാനോ ഫലദായകത്വത്തിലേക്ക് കടന്നു വരാൻ അവർക്ക് പറ്റിയില്ല. അതാണ് അതിൻ്റെ പിന്നിലെ കാര്യം. വിശ്വസ്തതയില്ലായ്മയുണ്ടാകുന്നു. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നല്ല, കുടുംബജീവിതത്തിൽ 2 പേർ ഒരുമിച്ച് ജീവിക്കുക, അതാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിക്കും. അതാണ് ജീവിത പങ്കാളിയെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന വചനം. എന്നാൽ അടുത്ത വചനം: നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കും. എന്താണ് ഈ ഒലിവിൻ്റെ പ്രത്യേകത? ഒലിവ് തൈകൾ പോലെയായിരിക്കും മക്കളെന്ന് വചനം പറയുമ്പോൾ, ഒലിവ് തൈകൾ നട്ടാൽ കുറഞ്ഞത് 10 അല്ലെങ്കിൽ 15 വർഷം എടുക്കുമ്പോഴാണ് അത് കായ്കൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ആ 15 വർഷം അതിന് നല്ല സൂപ്പർവിഷനും മെയിൻ്റനൻസും കൊടുത്ത് അതിനെ വളർത്തിയെടുക്കണം. അപ്പോൾ മുന്തിരി പോലെ ഫലദായകത്വമുള്ള ഒരു കുടുംബജീവൻ നയിക്കുന്ന അപ്പനും അമ്മയും അവർ കുഞ്ഞുങ്ങളെ നല്ലപോലെ നോക്കി നല്ലപോലെ 15 വർഷം അല്ലെങ്കിൽ ഒരുവിധം പഠനത്തിലേക്ക് പ്രവേശിച്ച് 10+2 വരെയൊക്കെ അവരെ നന്നായി പരിശീലിപ്പിച്ചാൽ ആ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഫലങ്ങൾ കായ്ക്കുന്ന മക്കളായി മാറുമെന്ന് വചനം പറഞ്ഞു വയ്ക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, അപ്പോൾ മക്കളെക്കുറിച്ച് വചനം പറഞ്ഞിട്ട് ഭാര്യ എങ്ങനെയായിരിക്കും, മക്കൾ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് കുടുംബം ജീവിക്കേണ്ടതെന്ന് വചനം പറഞ്ഞു വെച്ചിട്ട് 4-ാമത്തെ വചനം പറയാണ്, കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുക, ജീവിത പങ്കാളി വിശ്വസ്തയോടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കണം. മക്കൾ മേശയ്ക്ക് ചുറ്റും ഫലസമൃദ്ധിയുള്ളവരായി അപ്പനും അമ്മയുടെയും കൂടെ ജീവിക്കണം. ഇത് പല കുടുംബങ്ങളിലും മക്കൾ അപ്പനെ അമ്മയെ വിട്ട് വിദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ അവർ അനാഥാലയങ്ങളിൽ കൊണ്ടുപോയി വിട്ട് അവരുടെ ജീവിതത്തിലൂടെ അവർ യാത്ര ചെയ്യുകയാണ്. മേശയ്ക്ക് ചുറ്റുമിരിക്കാൻ മക്കളില്ലാത്തൊരവസ്ഥ, സ്നേഹമില്ലാത്തൊരവസ്ഥ കുടുംബങ്ങളിൽ കാണുകയാണ്. ഈ വചനം കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ്. അടുത്ത വചനം പറയാണ്, കർത്താവ് അങ്ങനെ ജീവിക്കുന്ന കുടുംബം, മക്കൾ മേശയ്ക്ക് ചുറ്റും ഭാര്യ മുന്തിരിവള്ളി പോലെ ജീവിക്കുന്ന കുടുംബം, കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അവിടെ അനുഗ്രഹം ഓൾറെഡി കടന്നു വന്നു, ഈശോ അവിടെയുണ്ട്. അപ്പോൾ ഈ കുടുംബം ഒന്നിച്ച് ഇവിടെ വചനം പറയുകയാണ്, സിയോനിൽ നിന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. സിയോൻ എന്തിൻ്റെ പ്രതീകമാണ്? ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് സിയോൻ. ആ സ്ഥലമാണ് സിയോൻ. അപ്പോൾ അവിടെ ദൈവമുണ്ട്. അപ്പോൾ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് അവർ ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ദേവാലയത്തിൽ കർത്താവ് അവരെ അനുഗ്രഹിക്കും. അതാണ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹം ഏതൊക്കെ വഴികളിലാണ് വരുന്നത്? അതാണ് അടുത്ത വചനം. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. അപ്പോൾ ആയുഷ്കാലം, നീ ജീവിക്കുന്നിടത്തോളം കാലം നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നിന്റെ ജീവിതത്തിൽ എല്ലാത്തിനും അനുഗ്രഹങ്ങളും മാത്രമേ ഉണ്ടാവൂ വചനം പറയുന്നു. ആ അനുഭവമാണ് സങ്കീർത്തനത്തിൽ 23-ാം സങ്കീർത്തനം 6-ാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ പറഞ്ഞത് ഇപ്രകാരമാണ്. 23:6 സങ്കീർത്തകൻ പറഞ്ഞു, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. അവിടുത്തെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ, നിന്റെ ആയുഷ്കാലം മുഴുവൻ നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. നിന്റെ മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരും. നിനക്ക് സമാധാനമുണ്ടാകും. തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമ്മളിവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, 128-ാം സങ്കീർത്തനം. കർത്താവിൻ്റെ അനുഗ്രഹം കുടുംബത്തിലേക്ക് വരുമ്പോൾ അപ്പനും അമ്മയും മക്കളും ജീവിത പങ്കാളിയും പ്രിയപ്പെട്ടവരും കൂടെയുള്ളവരുമൊക്കെ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനം പഠിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. നാം ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തെ കുറച്ചുകൂടി കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഈ ദൈവഭക്തന് അനുഗ്രഹം കിട്ടുന്ന ഈ സങ്കീർത്തനം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച കർത്താവിൻ്റെ പക്കലേക്ക് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന കുടുംബത്തെ സമർപ്പിക്കാം. അവിടെ എവിടെയെങ്കിലുമൊക്കെ അധ്വാന ഫലം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, സന്തുഷ്ടിയും നന്മയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, തലമുറകളിൽ വിടവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ വഴികളിലൂടെ നടക്കാൻ, വചന ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, കർത്താവെ, നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഐക്യത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് എന്നെയും കുടുംബത്തെയും ഒക്കെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഓരോരുത്തർ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിലുള്ള അപ്പനെയും അമ്മയെയും മക്കളെയെല്ലാം അനുഗ്രഹിക്കണേ കർത്താവെ. ദൈവഭക്തരായ ഈ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിഴലിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.